ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളൊരു പുതിയ വീഡിയോ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞങ്ങൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് ആദ്യമേ തന്നെ അറിയാൻ പറ്റും. താഴെയുള്ള ബെൽ ബട്ടണോട് അമർത്താൻ നിങ്ങൾ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് ബീഫാണ്. മമ്മി രാവിലെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന ബീഫാണ്. ഏകദേശമല്ല, കറക്റ്റ് 1 കിലോ വരും ഇത്. അന്നേരം ഈ ബീഫാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ റെസിപ്പിയിലോട്ട് നമുക്ക് കിടക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ബീഫാണിത്. അത് നമ്മൾ കുക്കറിനകത്തോട്ട് ഇട്ടു. ഇതിനകത്ത് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ശകലം ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ, ഇത് ടീസ്പൂണാണ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, നമ്മുടെ സ്വന്തം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 15 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 1 ഇഞ്ച് നീളത്തിലുള്ള നമ്മുടെ ഇഞ്ചി, നമ്മുടെ സ്വന്തം ഇഞ്ചിയാണ്, ഇഞ്ചി ചതച്ചത്. പോരാത്തതിന് ഒരു ചെറിയ നാരങ്ങയുടെ ഒരു പകുതി നീര്. പിന്നെ വേണ്ടുന്നത് നമ്മുടെ സ്വന്തം കറിവേപ്പില, നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലുണ്ട്. അതിപ്പം ആ ഒരു 2 ഇതുള്ള കറിവേപ്പില, കൂടാതെ സർവ്വസുഗന്ധി കിട്ടി, അത് 1 എണ്ണം കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് കുക്കറിൽ വെച്ച് വേവിക്കണം. ഇത് ഒരു കറിയായിട്ടുണ്ടാക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ നമ്മൾ മസാലയും കൂടെ ചേർക്കുന്നു. കൂടാതെ ഇച്ചിരി കറിയായിട്ടുണ്ടാക്കുന്നതിന് ഒരു 1/4 ഗ്ലാസ്, ചെറിയൊരു ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട്, അല്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ ബീഫിന് വെള്ളം ചേർക്കത്തില്ല. ഇത് ശകലം കറിയായിട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശകലം വെള്ളം കൂടെ ചേർത്തത്. നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതിനി നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിനകത്ത് നമുക്ക് വെക്കാം. ഒരു 4 ഫിസിലെങ്കിലും അടിക്കണം. പിന്നെ ഇറച്ചിയുടെ രീതി അനുസരിച്ചിരിക്കും വേവ് എങ്ങനെയാണെന്നുള്ളത് അറിയുന്നത്. കാരണം പിഞ്ച് ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ വേവ് പെട്ടെന്നങ്ങ് വേവും. ഇച്ചിരി മുറ്റി ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ വേവ് ഇച്ചിരി കാണും. അപ്പോൾ അതെന്തായാലും നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ 1 ഫിസിൽ വരെ നമുക്കൊന്ന് കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് 2-3 ഫിസിലൊന്ന് അടുപ്പിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ചു, കുക്കർ വെച്ചു, അവിടെ ഇരുന്നതൊന്ന് ഫിസിലടിക്കട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പം കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബീഫ് കുക്കറിൽ വെന്തിട്ടുണ്ട്. നമ്മളതിനെ അടുപ്പിലാണ് ബാക്കി പാചകങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ചട്ടി ചൂടായി അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുക് നമുക്കിടാം. കടുകിട്ടു. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടുമ്പോഴത്തേക്കും ബാക്കി സാധനങ്ങൾ നമുക്ക് ചേർക്കാം. ഇത് നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊന്ന് താളിക്കാം. കടുക് പൊട്ടി. നമ്മളതിനകത്തേക്ക് ഒരു 15 അല്ലി വെളുത്തുള്ളി വീണ്ടും ചതച്ചതിട്ടു. അതിലേക്ക് ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചത് ഇട്ടു. നമ്മൾ ആദ്യം ബീഫ് കുക്കറിൽ വേവിക്കാൻ നേരം ഈ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടായിരുന്നു. കൂടാതാണ് നമ്മൾ ചട്ടിയിൽ വിറകടുപ്പിലാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മളിത് ഇട്ടത്. ഇനി ഇതൊന്ന് ബ്രൗൺ നിറം ആകണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 4 പച്ചമുളക് മുറിച്ച് വെച്ചിരുന്നത് നമ്മൾ ഇടുകയാണ്.
അതും ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് ഒരു തേങ്ങയുടെ പകുതി നമ്മൾ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിടാം. അരമുറി തേങ്ങയാണ് അത്. അപ്പോൾ അതൊന്ന് ബ്രൗൺ നിറം ആകണം. അപ്പം നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ശകലം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ബ്രൗൺ നിറം ആകും. നമ്മൾ ഇറച്ചിയായാലും മീനായാലും അവിയലായാലും തോരനായാലും എല്ലാം ചട്ടിയിലാണ്, വിറകടുപ്പിലാണ് ചെയ്യാറുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ബൗള് നിറച്ച് ഉള്ളിയുണ്ട്, ഒരു 10-30 കൊച്ചുള്ളിയും ചെറിയൊരു സവാളയും കൂടെ അരിഞ്ഞതാണ്. ഇത് ഒന്ന് വഴണ്ട് വരട്ടെ. വഴണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ചേരുവകൾ വീണ്ടും ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി വഴണ്ട് വന്നു. അതിലേക്ക് കറിവേപ്പില ഒരു 2 ഇതള് കറിവേപ്പില വീണ്ടും ഇട്ടു. അതൊന്ന് ചൂടായി വന്നു. വന്നു കഴിയുമ്പോൾ നമ്മുടെ ബീഫിനനുസരിച്ചുള്ള എരി എത്ര വേണോ, അതായത് എനിക്കിവിടെ കാശ്മീരി മുളകാണ്. ഇതാ ഞാൻ 1.5 സ്പൂണ് മുളക് പൊടി ഇട്ടു, ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു. വീണ്ടും മസാല ഒരു ശകലം കൂടി ഇടുകയാണ്. നേരത്തെ നമ്മൾ ഇട്ടായിരുന്നു, എങ്കിലും ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ഇട്ടു. ഇനി നമുക്കിതൊന്ന് ചൂടാക്കാം. ഈ പൊടിയുടെ ചൊവ ഒന്ന് മാറുന്നതിന് വേണ്ടിയാണ് നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി. അത് ചെറിയ തീയിലാണ് ഇത് ചൂടാക്കേണ്ടത്. ചൂടാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ഈ ബീഫ് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. വേവിച്ച് വെന്തിരിപ്പുണ്ട്, ഒഴിക്കുകയാണ്. നമ്മളതൊന്ന് ഇളക്കുന്നു. ഉപ്പൊക്കെ നമുക്ക് നോക്കാം. സൂപ്പർ ടേസ്റ്റ്. ഇപ്പോൾ ഇതിങ്ങനെ ഇനി ഒരു 20 പോട്ടെ, ഒരു അരമണിക്കൂർ ഇങ്ങനെ കിടന്ന് ചെറിയ തീയിൽ ഇതെല്ലാം ഒന്ന് വെന്ത് ഇതിനകത്ത് ചേരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്, അത് ഞാനിപ്പോൾ പറിച്ചുകൊണ്ട് വരാം. എന്നിട്ട് അതും കൂടെ ഇതിനകത്ത് ചേർക്കാം. അപ്പം നല്ല മണമാണ്. എന്താണെന്നുള്ളത് കാണിക്കാം. അപ്പം നമ്മൾ ഇടാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ വയണയിലയാണ്. നമ്മുടെ വീട്ടിൽ വയണയില ഉണ്ടായിരുന്നു, ഞാനൊരു വയണയിലയും കൂടി ഇട്ടു. സൂപ്പറാണ് കേട്ടോ. വയണയിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി വൃത്തിയാക്കി വെക്കാം. അതവിടെ കിടന്ന് ചെറിയ തീയിൽ കിടന്ന് വേവട്ടെ. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം വേണമെങ്കിൽ ചേർക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാൽ ചേർത്താൽ മതി. ഇതിവിടെ കിടന്ന് വെന്ത് വരുമ്പം വെള്ളവും കാര്യവും എല്ലാം റെഡിയായിരിക്കും. ചെറിയ തീയിൽ കിടന്ന് നമ്മുടെ അടുപ്പിൽ, വിറകടുപ്പിൽ, ചട്ടിയിൽ വേവട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് ശരിയായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ വാങ്ങുന്നതിന് ഒരു 2 മിനിറ്റ് മുന്നേ കുരുമുളക് പൊടിയും കൂടെ നമ്മളൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. അന്നേരമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. വാങ്ങാറായി.
ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ബീഫ് കറി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ബീഫിനോട് കഴിക്കാൻ ചീനിയുണ്ട്. അന്നേരം ചീനിയോടെ നമ്മൾ ബീഫ് കറി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. സൂപ്പറായിട്ടുണ്ട്. പൊളിച്ച്, നല്ല ടേസ്റ്റ്. പൊളിച്ച് മമ്മിയുടെ ബീഫ് കറി സൂപ്പറായിരുന്നു. നിങ്ങൾ വീട്ടിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.